നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഷോക്ക് അബ്സോർബറിന്റെ സെക്കൻഡ് പാർട്ടായ ടോപ്പ് റോഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് അതിന്റെ മോഡൽ. ഇത് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിൽ ഫയല് ന്യൂ സ്റ്റാൻഡേർഡ് ഓക്കെ. നമുക്ക് 2D സ്കെച്ച് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ എക്സെറ്റ് പ്ലെയിൻ സെലക്ട് ചെയ്തിട്ട് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. സർക്കിളിന്റെ ഡയമീറ്റർ 24 mm. ഫിനിഷ് സ്കെച്ച് എക്സ്ട്രൂഡ് അപ് ടു 108.93 mm. ഓക്കെ, അതിന്റെ ടോപ്പ് ഫേസിൽ നമുക്കൊരു ഫിലേറ്റ് ആഡ് ചെയ്യണം. 6 mm. ഓക്കെ, നമുക്കൊരു പ്ലെയിൻ സെലക്ട് ചെയ്യാം. സെൻട്രൽ കൂടെ പോണ ക്രിയേറ്റ് സ്കെച്ച്. നമുക്ക് സെക്ഷണൽ വ്യൂ എടുക്കാം. ഹാഫ് സെക്ഷൻ. ആദ്യം ഒരു ലൈൻ, സെൻട്രൽ ലൈൻ വരയ്ക്കാം. ഓക്കെ, റൈറ്റ് ക്ലിക്ക്. ഓക്കെ, റെക്ടാങ്കിൾ വെച്ച് കൊടുക്കാം. റെക്ടാങ്കിൾ വരച്ചിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇതിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് മിറർ ചെയ്യാം. മിറർ ലൈൻ സെലക്ട് ചെയ്ത് സെൻട്രൽ ലൈൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്ലൈ. ഓക്കെ, അതിന് നമുക്ക് ഡിസ്റ്റൻസ് ഏതെങ്കിലും കൊടുക്കാം. ഈ ലൈൻ തൊട്ട് ഈ ലൈൻ വരെ 15 mm. ഈ ലൈൻ 20 mm. അപ്ലൈ. ഡൺ. ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. എക്സ്ട്രൂഡിൽ രണ്ട് ബോത്ത് റെക്ടാങ്കിൾ സെലക്ട് ചെയ്തിട്ട് എക്സ്ട്രൂഡിൽ കട്ട് കൊടുക്കാം. സിമെട്രിക്കൽ ബോത്ത് സൈഡിൽ. ഓക്കെ, നമുക്ക് ഈ ഫേസ് സെലക്ട് ചെയ്യാം. കട്ടിങ് ആയ ഫേസിൽ സെലക്ട് ചെയ്തിട്ട് ഒരു സെന്റർ ലൈൻ വരയ്ക്കാം. 10 mm ലെങ്ത്തിൽ. റൈറ്റ് ക്ലിക്ക്. ഓക്കെ, ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. 8 mm. ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. എക്സ്ട്രൂഡിൽ കട്ട് നമുക്ക് ഓൾ കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കൊടുക്കാം. ഓൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അഗൈൻ ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യാം. സെൻട്രലിൽ കൂടെ പ്ലെയിൻ ഹാഫ് സെക്ഷൻ എടുക്കാം നമുക്ക്. ഓക്കെ, ഈ ഓൾ പഴയ സർക്കിളിന്റെ സെൻട്രൽ പോയിന്റ് എടുത്തിട്ട് 24 mm. 24 80 mm ഡയമീറ്ററിൽ ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. എക്സ്ട്രൂഡ് ചെയ്യാം സിമെട്രിക് ആയിട്ട് 25 ലെങ്ത്തിൽ. ഓക്കെ, എക്സ്ട്രൂഡ് ചെയ്യാം. ഇനി നമുക്ക് നേരെ ഡൗൺ സൈഡിൽ ക്രിയേറ്റ് സ്കെച്ച് കൊടുക്കാം. അഗൈൻ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. 27 mm. നമുക്ക് ഈ സർക്കിളിന് പ്രൊജക്ട് ജിയോമെട്രി ആക്കി കൊടുക്കാം. ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. എക്സ്ട്രൂഡിൽ ഓൾറെഡി സ്കെച്ച് സെലക്ട് ആയിട്ടുണ്ട്. അത് നമുക്ക് ഡിസ്റ്റൻസ് 80.93 ബാക്ക് സൈഡിൽ. ഓക്കെ, അഗെയിൻ സെലക്ട് ചെയ്യാം. ക്രിയേറ്റ് സ്കെച്ച് കൊടുത്തിട്ട് സർക്കിൾ 10 mm. ഓക്കെ, സർക്കിൾ കൊടുത്തിട്ട് 10 mm. സർക്കിൾ 10 mm. ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. എക്സ്ട്രൂഡ് കട്ടില് 75 mm. Okay.
നമുക്കൊരു പ്ലെയിൻ സെലക്ട് ചെയ്യാം. ഫിനിഷ്. അതിന് നമുക്കൊരു ത്രെഡാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അതിന് നമുക്ക് ഒരു പ്ലെയിൻ സെലക്ട് ചെയ്തിട്ട് ഹാഫ് സെക്ഷൻ ആക്കുക. എന്നിട്ട് ലെങ്ത് 2 mm. ഓക്കെ, ഒരു സെന്റർ ലൈനും കൂടി വരയ്ക്കാം. ഓക്കെ ഓക്കെ, ഇതിന്റെ രണ്ടിന്റെ ആംഗിൾ നമുക്ക് 60 ഡിഗ്രി. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കാം. സെന്റർ ലൈൻ ആയിട്ട് വരച്ചാൽ മതി. ഇത് നമുക്ക് മൂവ് ചെയ്തിട്ട് ഇവിടെ മൂവ് ടൂൾ ഉണ്ട്, ഇവിടെ കൊണ്ടുവയ്ക്കാം. ഓക്കെ, അപ്ലൈ, ഡൺ. ഇപ്പോൾ ഫുള്ളി കൺസ്ട്രെയിൻ ഡ്രോയിങ് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നേരെ കോയിലിൽ പോവാം. കോയിലിൽ പോയി കഴിഞ്ഞാൽ ആൾറെഡി ഡ്രോയിങ് സെലക്ട് ആയിട്ടുണ്ടാവും. ആൾറെഡി ഒരു ഡ്രോയിങ് സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആക്സിസ് സെലക്ട് ചെയ്യാം. ആക്സിസ് വൈ ആക്സിസിൽ ഡൗൺ സൈഡിൽ കട്ട്, അതിൽ കോയിലിൽ പിച്ച് ആൻഡ് ഹൈറ്റ് കൊടുക്കാം. പിച്ച് വന്നിട്ട് 3 mm, ഹൈറ്റ് വന്നിട്ട് 50 mm. ഓക്കെ, നമുക്കൊരു ഫില്ലേറ്റ് ആഡ് ചെയ്യാം. വൺ സൈഡിൽ ഫില്ലേറ്റ് 0.75 എഡ്ജ് സെലക്ട് ചെയ്യാം. ബോത്ത് എഡ്ജ്. അപ്ലൈ, ക്യാൻസൽ. ഇനി നമുക്ക് മെറ്റീരിയൽ ആഡ് ചെയ്യാം. മെറ്റീരിയൽ നമ്മൾ ആദ്യം ഇതിന്റെ ഓക്കെ, അത് നമുക്ക് മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അലുമിനിയം പോളിഷ്ഡ്. ഓക്കെ, നമുക്കിവിടെ ഒരു ചാംഫറും കൂടി ആഡ് ചെയ്യണം. ചാംഫർ 4 mm. അപ്ലൈ, ക്യാൻസൽ. നമുക്ക് ഒറിജിനാലിറ്റി ഒരു പ്ലാസ്റ്റിക് ലുക്ക് കിട്ടാൻ ബൈക്കിന്റെ ഒക്കെ ബ്ലാക്ക് കളർ ആക്കാം. കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സേവ് ചെയ്യാം. സേവില് പിസ്റ്റണില്, ഹൈഡ്രോളിക് പിസ്റ്റണില് ടോപ്പ് റോഡ് സേവ്. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇതിന്റെ സ്പ്രിങ് ക്രിയേഷൻ ആണ്. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഗൈസ്.